diagonal and triangular matrices. A square matrix in which all the entries of the main diagonal entries below and above the diagonal are 0 are called diagonal matrix. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് മാത്രം എന്തായിട്ട് വരിക, നോൺ സീറോ ആയിട്ട് വരുന്ന രീതിയിൽ. അതായത് അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ ഈ സൈഡിലുള്ള ആൾക്കാർ ഫുൾ സീറോ ആവണം, ഈ സൈഡിലുള്ള ആൾക്കാർ ഫുൾ സീറോ ആവണം. ഡയഗണൽ എൻട്രീസിന് വേണമെങ്കിൽ സീറോ ആയിട്ട് വരാം. അങ്ങനെ ഒന്നാൽ സീറോ മെട്രിക്സ് ആയി മാറും. ഡയമെട്രിക്സിൽ ഏതെങ്കിലും ഒരു എൻട്രി നോൺ സീറോ ആയിട്ട് വരിക കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറുന്നത് ഡയഗണൽ മെട്രിക്സ് ആയി മാറും. ഓക്കെ, സീറോ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആയി നമുക്ക് കൺസിഡർ ചെയ്യാം സ്പെഷ്യൽ കേസായിട്ട്. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എൻട്രീസ് ഓഫ് ദി മെയിൻ ഡയഗണൽ and below and above are diagonal is called diagonal matrix. ഡയഗണൽ മെട്രിക്സിൻ്റെ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഉറപ്പാണ് D1 × D2 എക്സെട്ര. ഡയഗണൽ ആൾക്കാരുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്തായി വരാൻ പോകുന്നതായിട്ട് ഡിറ്റർമിനൻ്റ് ആയിട്ട് വരിക. സോ ഡയഗണൽ മെട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദി ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ. സോ അതിൻ്റെ ഇൻവേഴ്സ് ഓട്ടോമാറ്റിക് നമുക്ക് പറയാൻ പറ്റും 1/D1 × 1/D2 എക്സെട്ര 1/Dn. ഡി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഡയഗണൽ മെട്രിക്സിൻ്റെ പവർ എടുത്ത് എന്തുണ്ടാവുക, ഡയഗണൽ മെട്രിക്സിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലായിട്ടുള്ള എൻട്രീസിലാണ് എന്തുണ്ടാവാൻ പോണത്, പവർ ഉണ്ടാവാൻ പോണത്. D1 ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഡി മെട്രിക്സിനെ K ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ D1 അവിടെ എന്തായി മാറും, D1 പവർ K ആയി മാറും. ഓരോ തവണയും മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച്. കാരണം ഫസ്റ്റ് റോനോട് മാത്രമേ മൾട്ടിപ്ലൈ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് എന്താണ്ടാവുക, ഈ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റോ മൾട്ടിപ്ലൈ ചെയ്യണത് വീണ്ടും ഇപ്പുറത്തുള്ള D1 എക്സെട്ര അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ D1 സ്ക്വയർ ആയി മാറും. അടുത്ത D1 ക്യൂബ് ആവും. അങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് T പവർ K എന്ന് പറയുന്നത് D1 പവർ K ഡയഗണലില്ല പവറുകളായി കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ A = 1 - 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 - 1/3 1/2 ആയിട്ട് വരും. A⁵ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഡയഗണലിൽ A⁵ വരും. ദിസ് 1 - 253 243 32. അതുപോലെ A⁻5ൻ്റെ ഇൻവേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ മെട്രിക്സ് പ്രൊഡക്റ്റ് ദറ്റ് ഇൻവോൾവ് ഡയഗണൽ ഫാക്ടേഴ്സ് ആർ എസ്പെഷ്യലി ഈസി ടു കമ്പ്യൂട്ട്. അല്ല നമ്മൾ കണ്ടു. അപ്പോൾ ഡയഗണൽ ആയിട്ടുള്ള മെട്രിക്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. സോ ഡയഗണൽ മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ആണെങ്കിൽ A11 A12 A13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാണ് എന്ത് D1 വെച്ചാണ് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ മൊത്തത്തിൽ ആ റോയിൽ A1 മൾട്ടിപ്ലൈ ചെയ്യണം എങ്ങനെയാണ്, ഇയാളെ ഇൻറ്റു ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യും, ഇയാളെ ഇൻറ്റു ഇയാൾ മൾട്ടിപ്ലൈ. ഇതാണ് ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഫോർത്ത് എൻട്രി ആയിട്ട് പോകാൻ പോണത്. ദാറ്റ് ഈസ് എല്ലാവരോടും D1 ആ മൾട്ടിപ്ലൈ ചെയ്യണേ അല്ലേ. ദാറ്റ് ഈസ് D1 A11 D1 A21 D1 A31 D1 A41. അടുത്ത ആളാകുമ്പോൾ എന്താവുക, ഈ സെക്കൻഡ് റോ ആണ് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഈ സെക്കൻഡ് റോ ആണ് പിന്നെ ഓരോരുത്തരോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. ദാറ്റ് ഈസ് D2 ഇൻറ്റു എന്തായി പോകുന്നത് A1 സെക്കൻഡ് എൻട്രീസ് വരാൻ പോകുന്നത് A21 A22 A23 ഇൻറ്റു ഇതിൽ വരുമ്പോൾ എന്താ വരിക നോക്കുക, A11 A12 ഇൻറ്റു ഇയാളെ ഇൻറ്റു ഇയാളെ മൾട്ടിപ്ലൈ ചെയ്താൽ D2ൻ്റെ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് അപ്പോൾ സെക്കൻഡ് കോളം D2 കൊണ്ട് മൾട്ടിപ്ലൈ ആയി മാറി, അടുത്ത D3 കൊണ്ട് മൾട്ടിപ്ലൈ ആയി മാറി. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. അതുപോലെ തിരിച്ചാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ D1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റോയിൽ എല്ലാ എൻട്രീസും D1 വെച്ച് മൾട്ടിപ്ലൈ ആവും, ഇത് D2 വെച്ചാവും, ഇത് D3 വെച്ചാവും. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഡയഗണൽ മെട്രിക്സ് ഈസ് so easy. In words, to multiply matrix A on the right side by a diagonal matrix D, multiply successive columns of A by successive diagonal entries of D. And to multiply matrix A on the left side of a diagonal matrix D, multiply successive rows of A by the successive diagonal entries of D. നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എൻട്രീസ് എബവ് ദ മെയിൻ ഡയഗണൽ ആർ 0 ഇസ് കോൾഡ് ലോവർ ട്രയാങ്കുലർ. എങ്ങനെയാണ്, മെയിൻ ഡയഗണലിൻ്റെ ഓൾ ദ എൻട്രീസ് എബവ് ദ മെയിൻ ഡയഗണൽ. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നോക്കുക ഈ രീതിയിൽ, അതായത് മെയിൻ ഡയഗണലിൻ്റെ മുകളിലുള്ള ഈ ആൾക്കാരൊക്കെ 0 ആണെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കും. മെയിൻ ഡയഗണലിൻ്റെ താഴ്ഭാഗത്തുള്ള ആൾക്കാർ 0 ആണെങ്കിൽ അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ടൈപ്പ് മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ ടൈപ്പ് മെട്രിക്സിനെയാണ് നമ്മൾ വിളിക്കുക ട്രയാങ്കുലർ മെട്രിക്സസ് എന്ന് വിളിക്കുക. A square matrix A = Aij is not triangular if and only if all the entries to the right side of the main diagonal are 0. That is Aij = 0 when I less than j. Aijയുടെ കണക്ഷൻ വെച്ചത് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, A square matrix A = Aij is upper triangular if and only if all the entries to the left of the main diagonal are 0. That is Aij = 0 if I greater than j. A square matrix A = Aij is lower triangular if and only if the jth column start with at least j - 1 zeros for every j. A square matrix A = Aij is upper triangular if and only if the ith row with at least I - 1 zeros for every I.
എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ക്വയർ മാട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഇസ് ലോവർ ട്രയാങ്കുലർ എപ്പോഴാവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ jth കോളം സ്റ്റാർട്ട്സ് വിത്ത് അറ്റ്ലീസ്റ്റ് j മൈനസ് 1 zeros ഫോർ എവരി j. ലോവർ ട്രയാങ്കിളിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ റോ ഒന്നാമത്തെ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ രണ്ടാമത്തെ കോളത്തിന് എന്താണ്? ഒരു സീറോ ഉണ്ട്. അടുത്ത കോളത്തിന് എന്തുണ്ട്? 2 സീറോ ഉണ്ട്. നാലാമത്തെ കോളത്തിന് 3 സീറോ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫോർ എവരി ജെക്ക് j മൈനസ് 1 zeros. തിരിച്ച് അപ്പർ ട്രയാങ്കിൾ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? അപ്പർ ട്രയാങ്കിൾ ആകുമ്പോൾ ഏത് റോയ്ക്കും അത്ര സീറോസ് അറ്റ്ലീസ്റ്റ് i മൈനസ് 1 zeros. ഫസ്റ്റ് റോയ്ക്ക് 0 ഇല്ല, സെക്കൻഡ് സീറോയ്ക്ക് 1 സീറോ ഉണ്ട്, തേർഡ് റോയ്ക്ക് 2 സീറോ ഉണ്ട്, ഫോർത്ത് റോയ്ക്ക് 3 സീറോ ഉണ്ട്. ഓക്കെ. Theorem 6.1. The transpose of a lower triangular matrix is upper triangular and the transpose of an upper triangular matrix is lower triangular. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന് ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ ട്രാൻസ്പോസ് എടുത്താൽ അപ്പർ ട്രയാങ്കുലർ ആവും, അപ്പർ ട്രയാങ്കുലറിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ലോവർ ട്രയാങ്കുലറായി മാറും. ദ പ്രൊഡക്റ്റ് ഓഫ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സസ് ഈസ് ലോവർ ട്രയാങ്കുലർ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലർ. അതായത് രണ്ട് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ലോവർ ട്രയാങ്കുലർ ആയിരിക്കും, രണ്ട് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും അപ്പർ ട്രയാങ്കുലർ ആയിരിക്കും. The determinant of triangular matrix, upper triangular or lower triangular, is the product of entries on the main diagonal entries. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് മെയിൻ ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ. അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ ആയിക്കോട്ടെ, ഇത് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് നോൺ സീറോ ആയിട്ട് വരണം എന്നാണ് പറയുന്നത്. The inverse of an invertible lower triangular matrix is lower triangular and inverse of an invertible upper triangular matrix is upper triangular. ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. സോ ഓരോന്നായി പ്രൂവ് ചെയ്യണം. എന്നിട്ട് എ ഈക്വൽ എ ഐ ജെ ബൈ ലോവർ ട്രയാങ്കുലർ ആൻഡ് ക്രോസ് മെട്രിക്സ്. സിൻസ് എ ഇസ് ലോവർ ട്രയാങ്കിൾ നമുക്ക് എന്താ അറിയാം? ഓൾ ദ എൻട്രീസ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി മെയിൻ ഡയഗണൽ ആർ സീറോ. ദാറ്റ് ഈസ് എ ഐ ജെ ഈക്വൽ 0 വെൻ ഐ ലെസ് ദാൻ ജെ. സോ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും? എ ഐ ജെ ഈക്വൽ 0 എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജെ ഐ ഗ്രേറ്റർ ദാൻ ജെ ആയിട്ടാണ് മാറാൻ പോകുന്നത് അല്ലേ? ദാറ്റ് ഈസ് എന്തായത്? എൻ ട്രാൻസ്പോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതും തന്നെയായിരിക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. നോക്കാം. ബൈ ഡെഫിനിഷൻ എ ട്രാൻസ്പോസ് എൻ ക്രോസ് മെട്രിക്സ് എ ഐ ജെ ഈക്വൽ ടു എ ഐ ജെ എ ട്രാൻസ്പോസ് ഓഫ് ജെ ഐ അല്ലേ? ദാറ്റ് ഈസ് ദ എലമെൻറ്റ് എ ഐ ജെ ഇൻ ദ ith row and jth column of A standing in the jth row and ith column of A transpose. Since A I J equals 0 when I less than J, the entries in the jth row and ith column of A transpose are 0 for I less than J അല്ലേ? തിരിച്ചെടുക്കുമ്പോൾ മാറാൻ പോകുന്നത് എങ്ങനെയാണ്? എ ജെ ith എൻട്രി 0 ആയിരിക്കും whenever I less than J ആകുമ്പോൾ. Hence it follows that all the entries to the left side of the main diagonal of A transpose are 0. So A transpose is upper triangular. വളരെ ക്ലിയർ ആണ്. നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നുണ്ട്? അപ്പോൾ ട്രയാങ്കുലർ ആണെന്നുള്ളത്. കാരണം റോ കോളമായി മാറുന്നുണ്ടാകും അല്ലേ? സിമിലർലി അപ്പർ ട്രയാങ്കുലർ എടുത്താൽ എന്തായി മാറും? അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ലോവർ ട്രയാങ്കുലർ ആക്കും. സെയിം റീസൺസ്. അത് ആ എ ജെയുടെ പറയണത് മാറ്റുക മാത്രം. എ ജെ ഐ ലെസ് ദാൻ ജെ എന്നുള്ള ഐ ഗ്രേറ്റർ ദാൻ ജെ ആയിട്ട് ബാക്കി പറയാം. ഓക്കെ. ഇനി let A equal to Aij and B equal to Bij be lower triangular and cross matrix, then Aij equal to 0 when I less than J, Bij equal to 0 when I less than J, AB equal to C എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എ ബി ഐ ജെയുടെ സി ജി ഐ ജെത്തെ എൻട്രി എങ്ങനെ എടുക്കുക? കെ ഈക്വൽ ടു 1 to n എ ഐ കെ ബി കെ ജെ എന്നുകൊണ്ടാണ് എടുക്കുക അല്ലേ? ദാറ്റ് ഈസ് ആ എൻട്രി എങ്ങനെ ഇരിക്കുക? ആ എൻട്രിയിൽ എ ഐ 1 ഇൻറ്റു ബി 1 ജെ പ്ലസ് എ ഐ 2 ഇൻറ്റു ബി 2 ജെ എക്സെട്ര എ ഐ എൻ ഇൻറ്റു ബി എൻ ജെ എന്നുള്ള രീതിയിൽ വെൻ ഐ ലെസ് ദാൻ ജെ ആയിട്ടാണ് ഉള്ളത് അല്ലേ? പക്ഷേ ഐ ലെസ് ദാൻ ജെ ആകുമ്പോൾ ഏതൊക്കെ ആൾക്കാർ 0 ആയി പോവും? ഐ ലെസ് ദാൻ ജെ ആയിട്ടുള്ള ടേംസ് എല്ലാം അവിടെ 0 ആയി പോവും. The terms in which the row number of B is less than the column number of B, and the term in which the row number of A is less than the column number of A. ദാറ്റ് ഈസ് ആ ടേമുകളൊക്കെ ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും അല്ലേ? നോക്കുക, ഈ സൈഡിലുള്ള ആൾക്കാരുടെ എല്ലാം എന്താണ്? ടേംസ് ഇൻ വിച്ച് ദ റോ നമ്പർ ഓഫ് ബി ഈസ് ലെസ് ദാൻ ദി കോളം നമ്പർ ഓഫ് ബി. ആ എൻട്രീസ് ഓട്ടോമാറ്റിക്കലി 0 ആണ് അല്ലേ? അതുകൊണ്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും 0 ആയി പോകും ആ ഭാഗം. അതുപോലെ ഈ സൈഡിൽ എന്തുണ്ടാവുക? ടേംസ് ഇൻ വിച്ച് ദ റോ നമ്പർ ഓഫ് എ ഈസ് ലെസ് ദാൻ ദി കോളം നമ്പർ ഓഫ് എ. അപ്പോൾ അത് 0 ആയി പോകും. സോ ഓട്ടോമാറ്റിക്കലി എ ഐ ജെ ഐ ലെസ് ദാൻ ജെ ബി കെ സി കെ ജെ സി ഐ ജെക്ക് എന്തുണ്ടാവും? ഈക്വൽ ടു 0 ആയിരിക്കും വെൻ ഐ ലെസ് ദാൻ ജെ ആകുമ്പോൾ. എന്ന് വെച്ചാൽ രണ്ട് ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ വീണ്ടും തന്നെ ആയിരിക്കും ലോവർ ട്രയാങ്കുലർ ആയിരിക്കും. സിമിലർലി അപ്പർ ട്രയാങ്കുലർ നമുക്ക് പറയാം. സെയിം പ്രൊസീജിയർ. ഓക്കെ.
ഇവിടെ ഐ ഗ്രേറ്റർ ദാൻ ജിക്ക് വരും, ജെ ഗ്രേറ്റർ ദാൻ ഐ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ സ്പ്ലിറ്റ് ചെയ്ത പോലെ അവിടെയും സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടായിട്ട് മാറ്റി നിർത്തുക. ബി ഐ എൻട്രി 0 ആയിട്ടുള്ള ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0 ആയി പോകും, എ ഐ ജെ എൻട്രി 0 ആയിട്ടുള്ള ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0 ആയി പോകുന്നുണ്ടാവും. നൗ ലെറ്റ് എ ബി എ ലോവർ ട്രയാങ്കിൾ എൻക്ലോസ്ഡ് മാട്രിക്സ്, ദെൻ എ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെയാണ് ഈ രൂപത്തിൽ എഴുതാം അല്ലേ. A1 0 0 0, A21 A22 0 0 0, A31 A32 A33 0 0, etc. AN1 AN2 AN3 AMN. Co-factor expansion along with first row successively ഈ വരുന്നുണ്ടാവുക ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക A110 ഇതെന്ന് പറയുന്നത് A11 ഇൻറ്റു A22 ഈ രൂപത്തിലുള്ളത്. സിമിലർ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, A11 ഇൻറ്റു A22 ഇൻറ്റു A33 ഇൻറ്റു എക്സെട്ര AN എന്നാണ് വരാൻ പോകുന്നത് അല്ലേ. അതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ആളെടുക്കുമ്പോൾ ഇത്ര ആളെ ഇൻറ്റു ബാക്കിയുള്ള ആൾ അല്ലേ, അടുത്തത് ഇയാളെ ഇൻറ്റു ബാക്കിയുള്ള ആൾ, ആ രീതിയിൽ കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സിമിലർലി അപ്പർ ട്രയാങ്കിളിൽ ഇതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. We know that the matrix is invertible if and only if its determinant is non-zero അല്ലേ. നമ്മൾ ആൾറെഡി തൊട്ടുമുമ്പത്തിൽ കണ്ടു ഡയഗണൽ എൻട്രീസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും എൻട്രി നോൺ സീറോ ആയി വന്നു കഴിഞ്ഞാൽ എന്തായി മാറും, അപ്പർ ട്രയാങ്കിൾ ആണെങ്കിൽ ലോവർ ട്രയാങ്കിൾ ആയിരിക്കും അത് ഇൻവേർട്ടിബിൾ ആയിട്ട് മാറും. ഇനി ഒരു അപ്പർ ട്രയാങ്കിളോ ലോവർ ട്രയാങ്കിളോ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് കാണിക്കാൻ നമുക്ക് വീണ്ടും ലോവറും അപ്പർ ട്രയാങ്കിളും ആണെന്ന് കാണിക്കേണ്ടത്. ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ആൾ ഒരു അപ്പർ ട്രയാങ്കിൾ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും. ആ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക് എന്തായി മാറാൻ പോകുന്നത്, upper triangular matrix, then A inverse exists. Show that A inverse upper triangular. We need only to prove that the adjoint of A is upper triangular, or equivalently the cofactor matrix Cij is lower triangular. നോക്കുക, when I less than j നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, Bij is the matrix that result in ith row and jth column of A are deleted. That is, Bij എന്ന് പറഞ്ഞാൽ മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. I less than j എന്ന സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവണമെന്ന് നോക്കുക. Cij equal to -1 power I plus j into Mij into -1 plus I plus j into determinant of Bij ആയിരിക്കും അല്ലേ. when I less than j ആയതുകൊണ്ട് അപ്പർ ട്രയാങ്കുലർ ആണ്. സിൻസ് A is upper triangular, I plus 1th row begins with at least I zeros അല്ലേ. സിൻസ് ദ ith row of Bij is I plus 1 0 ആയതുകൊണ്ട് ആ ഡിറ്റർമിനൻ്റ് എന്തായി പോകുന്നുണ്ടാവും, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ആ ഡിറ്റർമിനൻ്റ് 0 ആയി പോകും. സോ കോഫാക്ടർ മെട്രിക്സ് കിട്ടാൻ പോകുന്നത് നമുക്ക് എന്തായിട്ടാണ്, ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വീണ്ടും എന്തായി മാറും, അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയി മാറും. അതാണ് നടക്കുന്നത്. സോ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 2x2 മെട്രിക്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 3x3 എടുക്കുക, അതൊന്ന് എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി അതിൽ ക്ലാരിറ്റി കിട്ടും നമുക്ക്. ജസ്റ്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ബേസിക്കായി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ചെയ്ത് നോക്കുക. മെട്രിക്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ.